നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്തിനെ ഞാൻ സിറ്റുവേഷൻ എന്നേ പറയുള്ളൂ. ഇതൊരു സിറ്റുവേഷനാ, ഇതൊരു അവസ്ഥയാണ്. ഈ അവസ്ഥയെ നമുക്ക് മറികടക്കാൻ പറ്റും. ഇതിനേക്കാൾ വലിയ അവസ്ഥകൾ നമ്മൾ മറികടന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും മെച്യൂരിറ്റിയും ഇതിന്റെ മൂന്നിന്റെയും കൂടെ വേണ്ട കുറച്ച് കാര്യങ്ങൾ അത് തുടക്കത്തിൽ തന്നെ മൂർത്തി സാർ സംസാരിച്ചപ്പോൾ ചെറിയ രീതിയിൽ മൂർത്തി സാർ അവിടെ പരാമർശിക്കുകയുണ്ടായി. RCM എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ വരുമ്പോൾ ആരും തന്നെ ഇല്ലാത്ത സമയത്ത് ഒരു പ്രൊഡക്റ്റ് പോലും എന്ന് വെച്ചാൽ ഒരു 10-ൽ കൂടുതൽ അല്ലെങ്കിൽ 20-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇല്ലാത്ത സമയത്ത് തന്നെ RCMലേക്ക് വരുമ്പോൾ ഒരു വരുമാനം വാങ്ങിച്ച ആൾക്കാരെ കാണിച്ചു കൊടുക്കാനില്ലാത്തപ്പോൾ, കടകൾ കാണിച്ചു കൊടുക്കാനില്ലാത്തപ്പോൾ, ഒരു ഡിപ്പോ കാണിച്ചു കൊടുക്കാനില്ലാത്ത സമയത്ത് ഞാൻ എന്റെ സെൻട്രൽ ഗവൺമെന്റ് ജോലി, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ജോലി റിസൈൻ ചെയ്ത് വരാൻ ഒരു കാരണം എനിക്ക് എന്നോടുണ്ടായ ഒരു വിശ്വാസം, രണ്ടാമത്തെ കാരണം എനിക്ക് ഈ സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു വിശ്വാസം എന്ന് മൂർത്തി സാറ് പരാമർശിക്കുകയുണ്ടായി. അത് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ നിഴലുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആ ലേഡി നിൽക്കുമ്പോൾ ആ ലേഡിയുടെ നിഴലിൽ എന്താ കാണുന്നത്? വണ്ടർ വുമൺ അല്ലേ? വണ്ടർ വുമൺ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇംഗ്ലീഷിൽ ഉള്ള പടം. വണ്ടർ വുമൺ ആണ് നിഴലുള്ളത്. ആ പുരുഷന്റെ നിഴൽ എന്താ? ബാറ്റ്മാൻ, സ്പൈഡർമാൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? സൂപ്പർമാൻ എന്നൊക്കെ പറയാം. ഇങ്ങനെയാണ് നിഴലുകൾ. നമ്മുടെ ഉള്ളിലും ഉണ്ട് ഇതുപോലൊരു വണ്ടർ വുമണും ഇതുപോലൊരു ബാറ്റ്മാനും നമ്മുടെ ഉള്ളിലും ഉണ്ട്. ഈ വണ്ടർ വുമണെയും സൂപ്പർമാനെയും അല്ലെങ്കിൽ ബാറ്റ്മാനെയും കണ്ടെത്താനുള്ള സമയമാണ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഈ ലോക്ക്ഡൌൺ. ഈ ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ സോളിനോട്, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം തിരക്ക് പിടിച്ച ജീവിത യാത്രയിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ കാര്യങ്ങൾ നോക്കാനോ നമ്മുടെ ഉള്ളിലത്തെ ആത്മാവിനോട് സംസാരിക്കാനോ സമയം കിട്ടാറില്ല. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയോ? അവർ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അവരുടെ ഇന്നർ സോളിനോടാ. ആ ഇന്നർ സോളിനോട് ചോദിക്കും, ഈ പ്രശ്നത്തിന് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഞാൻ എന്ത് നടപടി എടുക്കണം, ഇവിടെ ഞാൻ എന്ത് കാര്യത്തിൽ സ്റ്റേണായിട്ട് നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ ആ ഇന്നർ സോളിന് പറഞ്ഞു തരാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ ഇന്നർ സോളിനോട് ചോദിക്കാറില്ല. നമ്മൾ എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നോക്കുകയാ ചെയ്യാറ്. ആ ലേഡി നിൽക്കുന്നത് കണ്ടോ? നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ ആ ലേഡി നിൽക്കുന്ന പോലെ നോക്കിയാൽ ശരിയാവില്ല. ആ ലേഡി നിൽക്കുന്നത് എങ്ങനെയാ? തലയിൽ കണ്ണിന്റെ അവിടെ കൈയും വെച്ച് ദീർഘദൂരത്തേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കുകയാ. അങ്ങനെ നോക്കിയാൽ നിഴലിനെ കാണാൻ പറ്റുമോ? നിഴല് ബാക്കിലാ. ആ പുരുഷൻ നോക്കുന്ന മാതിരി താഴേക്ക് ആ നിഴലിലേക്ക് നോക്കണം. ആ നിഴലിൽ നോക്കുമ്പോ അറിയാം, യെസ്, ഐ ആം എ ബാറ്റ്മാൻ, ഐ ആം എ സൂപ്പർമാൻ, ഐ ആം എ വണ്ടർ വുമൺ. എന്നെ കേൾക്കുന്ന ലേഡീസും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു വണ്ടർ വുമൺ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ചെയ്യുന്ന പണിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അതേ കാര്യങ്ങൾ ഒരു ആണ് പോലും തെറ്റാതെ ഒരു പുരുഷന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു നോക്കിയേ, അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. എന്നത് പറഞ്ഞ മാതിരി എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിനെ തിരിച്ചറിയാൻ നിങ്ങൾ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഈ ഒരു ലോക്ക്ഡൌൺ സമയത്തിനെ, വീട്ടിലിരിക്കുന്ന സമയത്തിനെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവ് കണ്ടെത്തി അതിനെ വളർത്താൻ പറ്റും. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞങ്ങളുടെ ഏരിയ. ഈ ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ സത്യവാങ്മൂലം എഴുതിയാൽ പോലും പുറത്തിറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ 2 ആഴ്ചത്തോളമായിട്ട് ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിനോട് സംസാരിക്കുകയും, ഇത് പണ്ടേ ചെയ്യാറുള്ള കാര്യങ്ങളാണ്, ഈ ഒരു 2 ആഴ്ചയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റ്സുകളാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രസന്റേഷനോടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോ ആദ്യം വേണ്ട കാര്യം, നമുക്ക് റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും മെച്യൂരിറ്റിയുടെ ഒപ്പം ആദ്യം വേണ്ട കാര്യം, നിങ്ങളുടെ ഇന്നർ സോളിനെ കണ്ടെത്തുക. ആ ഇന്നർ സോളിന്റെ പവർ കൂട്ടുക. ഇന്നർ സോളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക. നെക്സ്റ്റ്, നമുക്ക് അടുത്തതായിട്ട് വേണ്ട കാര്യം, ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം കൊണ്ടുവരണം. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട് അല്ലെ? ഒരു മേശപ്പുറത്തൊരു ഗ്ലാസ്, അതിലൊരു വെള്ളം ഇരിക്കുന്നുണ്ട്. വെള്ളം, പകുതി വെള്ളം ഉണ്ട്. നമുക്ക് ഈ ഒരു ഗ്ലാസ് കാണുമ്പോൾ പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈ ഗ്ലാസ് കാണുമ്പോൾ ചിലർ പറയും, ഇത് ആരോ കുടിച്ച് ബാക്കി വെച്ചേക്കണതാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, ഇതിൽ പകുതി വെള്ളം കഴിഞ്ഞല്ലോ, പകുതി വെള്ളം ഉള്ളല്ലോ എന്ന് തോന്നാം. ചില ആളുകൾ പറയും, ഇതിൽ പകുതി വെള്ളം നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും. ഇങ്ങനെ പല രീതിയിലുള്ള കമന്റ്സ് വരും. പക്ഷെ ഈ ഗ്ലാസ്സിലെ വെള്ളം കാണുമ്പോൾ ഇതിൽ പകുതി വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇനിയും ഇതിൽ വെള്ളം നിറയാനുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് എന്ന് വരുന്നോ
അന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിട്ടുണ്ടാവും. ഈ ഗ്ലാസ്സിലുള്ള വെള്ളം പകുതിയെ നിറഞ്ഞിട്ടുള്ളൂ, ഇനിയും ഇതിൽ നിറയാനുണ്ട്, ഇനിയും ഇതിൽ നിറയ്ക്കാനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ പോസിറ്റീവ് ചിന്താഗതികൾ കടന്നുകൂടിയിട്ടുണ്ടാവും. ഈ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ചിന്താഗതികളാക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. ഈ കൊറോണ സമയത്ത് ഞാൻ കണ്ട കുറെ കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രിക്കറ്റിന്റെ കമന്ററി പറയുന്ന പോലെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തിരുന്ന് വഴി കൂടെ പോകുന്ന അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തിരിക്കുന്ന അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ദൂരം പാലിച്ചിരുന്ന് വട്ടം കൂടി ഇരുന്നിട്ട് ക്രിക്കറ്റ് കമന്ററി പറയുന്ന പോലെയാ. എടാ, തൃശ്ശൂർ ഇന്ന് 120 പോസിറ്റീവ് കേസ്, എറണാകുളത്ത് 140 പോസിറ്റീവ് കേസ്, എറണാകുളത്ത് കണ്ടെയ്ൻമെന്റ് സോൺ ആയി, അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രിക്കറ്റിന്റെ കമന്ററിയും ഫുട്ബോളിന്റെ കമന്ററിയും പറയുന്ന പോലെയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൊറോണയുടെ നമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നമ്പർ പറയുന്ന സമയം കണ്ടെത്താതെ അതിനു പകരം നമ്മൾ എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും നല്ല വഴി ന്യൂസ് കാണുന്നത് നിർത്തുക, ന്യൂസ് ചാനൽ കാണുന്നത് നിർത്തുക, പത്രം വായിക്കുന്നത് നിർത്തുക. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിർത്താനല്ല, അതില് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലായാലും നമ്മുടെ പത്ര ചാനലുകളായാലും എല്ലാത്തിലായാലും ഒരു 85% ന്യൂസുകളും നമ്മുടെ മനസ്സിന് വിഷമം തരുന്നതാണ്. ഈ മനസ്സിന് വിഷമം തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അതിനേക്കാളേറെ സന്തോഷിക്കുന്ന മുഖങ്ങൾ കാണാൻ പറ്റുന്ന ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കയറിയിരുന്ന് സന്തോഷത്തോടെ ജീവിക്കൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും. തിങ്ക് പോസിറ്റീവ്. ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടായാൽ എന്തൊക്കെ ഉണ്ടാവും അറിയോ? ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചെറുപ്പം മുതലേ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന കുറെ മാറ്റങ്ങൾ അത്. വെൻ ഐ ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് വാട്ട് ഹാപ്പൻസ്? എൻ്റെ ജീവിതത്തിൽ വന്ന കുറെ മാറ്റങ്ങൾ. ഐ ക്യാൻ ഡ്രൈവ് എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും എഴുതേണ്ട ആവശ്യം വരില്ല, പക്ഷെ എനിക്ക് ഇത് എഴുതണം. കാരണം ഈ ഒരു കാര്യത്തിൽ വളരെയധികം സ്ട്രഗിൾ അനുഭവിച്ച ഒരു പീരീഡ് ഉണ്ടായിരുന്നു എനിക്ക്. 18ാമത്തെ വയസ്സിൽ എനിക്ക് വളരെയധികം ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 4'9" എനിക്ക് ഹൈറ്റ്. ഈ ഒരു ഹൈറ്റ് വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഹൈറ്റ് വെച്ച് നിനക്ക് ലൈസൻസ് തരാൻ പറ്റില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ടുണ്ട് ചാലക്കുടിയിലത്തെ. ഇപ്പൊ ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചാലക്കുടി ഇല്ല, വേറെ എവിടേക്കോ സ്ഥലം മാറിപ്പോയി. ആ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്റെ 18ാമത്തെ വയസ്സിൽ, ഇന്നിപ്പോ എനിക്ക് 27 വയസ്സ്, 18ാമത്തെ വയസ്സിൽ എനിക്ക് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിനക്ക് ലൈസൻസ് തരാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡിൽ പോലും, കാരണം അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നതാ. ഹൈറ്റ് കുറവിൻ്റെതായ കുറെ കാര്യങ്ങൾ, കുറെ എന്താ പറയാ കുത്തുവാക്കുകളും ഒക്കെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ലേഡീസ് ആയാലും ജെൻസിന്റെ ഇടയിലായാലും ഒക്കെ അവര് ഒരു ചെറിയൊരു, നമുക്കറിയാലോ, ഒരു ഹൈറ്റ് കുറഞ്ഞ ആളുകളുടെ ആ ഒരു ഇപ്പോഴത്തെ മെന്റാലിറ്റി കുറെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പക്രുചേട്ടൻ വരെ ഈ അടുത്ത് പറയണ്ടായി, ഇപ്പൊ കുറെ ആളുകൾ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതിയിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു 2000-ന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെയധികം സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്ന ഒരു പീരീഡൊക്കെയാണ്. ആ ഒരു പീരീഡ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് നോക്കി വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചിരിച്ച മുഖത്തോട് പറഞ്ഞു, സാറേ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയും പിന്നെ ആ സ്ട്രഗിളിംഗ് പീരീഡിനെ കടന്ന് വിത്തിൻ 1 മന്തിനുള്ളിൽ ആ ഇൻസ്പെക്ടർ അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ കൂടെ കാർ ഓടിച്ച് ലൈസൻസ് വാങ്ങിച്ച വ്യക്തിയാണ്. ആ ലൈസൻസ് കൊണ്ട് ഇന്ന് ഞാൻ ഉപയോഗിക്കാത്ത വണ്ടികളില്ല. ഇതില് ആ കാറിന്റെ അടുത്ത് ചാരി നിൽക്കുന്ന വണ്ടി എന്റെ സ്വന്തം വണ്ടിയാണ്, എന്റെ സ്വന്തം കാറാണ്. ആ കാറിന്റെ ബോണറ്റും എനിക്ക് കെടുക്കാം, അത്രയധികം ലെങ്ത് ഉണ്ട് ആ ബോണറ്റ്. അത്രയും വലിയ കാർ വാങ്ങിക്കാനുള്ള ഒരു കാരണമുണ്ട്. എനിക്ക് ഓമിനിയാണ് അച്ഛൻ ആദ്യം വാങ്ങിച്ചത്. ഞാൻ ലേണിംഗ് എടുത്ത സമയത്ത് അച്ഛൻ വാങ്ങിച്ചത് ഓമിനിയാ. പക്ഷെ ഓമിനി ഓടിച്ചപ്പോൾ എന്നോട് കുറെ പേര് പറഞ്ഞു നിനക്ക് ഓമിനി ഓടിക്കാൻ പറ്റുള്ളൂ, കാരണം ഫ്രണ്ട് ഇല്ലല്ലോ വണ്ടിക്ക്, ഫ്രണ്ട് ബോണറ്റ് ഇല്ലല്ലോ, അപ്പൊ സുഖമായിട്ട് ഇങ്ങനെ എത്തിച്ചു നോക്കി റോഡിലേക്ക് നോക്കി ഓടിക്കാമല്ലോ. അങ്ങനെ പറഞ്ഞിരുന്ന ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഓടിച്ച് കാണിക്കുന്ന ഒരു വാശിക്ക് വാങ്ങിച്ച വണ്ടിയാ. ആ വണ്ടി വാങ്ങിച്ചത് ഓടിക്കുമ്പോൾ റോബോട്ടാണ് വണ്ടി ഓടിക്കണമെന്നാ പറയാ, കാരണം എന്നെ പുറത്ത് കാണില്ല. എല്ലാവരും ചോദിക്കും ഈ ഇതിലെങ്ങനെ റോഡ് കാണണമെന്ന്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വണ്ടി ഓടിച്ച് ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല. അതിനൊപ്പം എന്റെ ബൈക്ക് ജങ്കാർ എന്നാണ് നമ്മുടെ ജോബി സാറ് പറയാ, ഇരിങ്ങാനൂരുള്ള ജോബി സാർ ആ വണ്ടിയിലെ ജങ്കാർ എന്ന് പറയാ. കാരണം അതിന്റെ ഫ്രണ്ട് വീല് തിരുവനന്തപുരത്തും ബാക്ക് വീല് കാസർഗോഡ് എന്നുള്ള രീതിയാ. അത്രയധികം ലെങ്ത്തും അത്രയധികം വെയിറ്റ് ഉള്ള വണ്ടിയാ. എന്റെ ഈ ഒരു ശരീരപ്രകൃതി വെച്ച് ആ വണ്ടിയൊക്കെ ഓടിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സക്സസ് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നെ കണ്ട് മോട്ടിവേഷൻ ആവുന്നെങ്കിൽ, എന്നെ കണ്ട് മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വിചാരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്റെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ മാറ്റം വരുത്തിയതാണ് ഈ കാര്യം. അതുപോലെ ഒരു സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നുണ്ടോ, ആ വണ്ടി എന്റെ നെഞ്ചിന്റെ അത്രയും ഹൈറ്റ് ബോണറ്റിന് തന്നെയുള്ള നമ്മുടെ സ്വന്തം മൂർത്തി സാറിന്റെ ടാറ്റ ഹാരിയറാ. അദ്ദേഹത്തിന്റെ കൂടെ കുറെ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. എന്ന് യാത്ര ചെയ്താലും അദ്ദേഹത്തിന്റെ വണ്ടി ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ആ വണ്ടി ഓടിക്കുന്നതാണ്. ആ ടാറ്റ ഹാരിയർ വരെ ഇന്ന് ഓടിച്ചു. അതുപോലെ തന്നെ ഐ ക്യാൻ ഫേസ് തൗസൻഡ്സ് ഓഫ് ഓഡിയൻസ്
ഒരുപാട് ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ സാധിച്ചു. എന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തിയോണ്ടാ. എന്നെ കേൾക്കുന്ന ആ ഹാള് നിറച്ച ആളുകൾ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് RCM എന്ന പ്രസ്ഥാനം തന്നു. അതിനു മുമ്പ് എന്റെ ജീവിത പ്രശ്നങ്ങളിലൂടെ ഞാൻ സ്ട്രഗിളിങ്ങിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് മാറ്റം കൊണ്ടുവരാൻ വളരെയധികം സിമ്പിളായി RCM വന്നപ്പോൾ. പിന്നെ ഐ ക്യാൻ ഫേസ് എനി സിറ്റുവേഷൻ, എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഞാൻ ഫേസ് ചെയ്യും. കാരണം ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻ ഞാൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇപ്പൊ വരുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളൊരു മൈൻഡ് വരുന്നു. അപ്പോ പോസിറ്റീവ് ചിന്താഗതി ഉണ്ടായാൽ നിങ്ങളുടെ ഉള്ളിലെ വണ്ടർ വുമണും ബാറ്റ്മാനും ഒക്കെ പുറത്തേക്ക് വരും. അതിന് നിങ്ങൾ വഴി കണ്ടെത്തുക. നെക്സ്റ്റ്, ഈ ഒരു സമയം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇംപ്രൂവ് യുവർ നോളജ്. നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റിയ സമയം, ഏറ്റവും കൂടുതൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള സമയമാണ് ഈ ഒരു സമയം. ഇംപ്രൂവ് യുവർ നോളജിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അറ്റൻഡ് മോർ പ്രോഗ്രാംസ്. എത്ര അധികം പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയധികം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. RCM എന്ന പ്രസ്ഥാനത്തിൽ അറിവുണ്ടായാൽ മാത്രമേ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറിവുകൾ ഉണ്ടാവണം. ഈ അറിവുകൾ എവിടെ നിന്ന് കിട്ടും? ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. പണ്ടത്തെ കാലത്ത് നമുക്ക് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിന് പോകണമെങ്കിൽ രാവിലെ 7 മണി തൊട്ട് റെഡി ആവണം. സ്വന്തം വണ്ടിയാണെങ്കിൽ സ്വന്തം വണ്ടി എടുത്ത് യാത്ര ചെയ്യണം. ദൂരം കുറെ കിലോമീറ്ററോളം ദൂരെ യാത്ര ചെയ്യണം. അവിടെ വരെ പോകുന്ന പെട്രോൾ കാശ് ചെലവ്, അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഹാളിൽ കയറുമ്പോൾ അവിടെ എൻട്രി ഫീസ് വേണം. ആ എൻട്രി ഫീസിന്റെ ചെലവ്, ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയാവും തിരിച്ചു വീട്ടിലെത്തുമ്പോൾ. ഇന്ന് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എത്രയോ അധികം ക്ലാസ്സുകൾ. ഇന്നലെ തന്നെ ഞാൻ 6 ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തത്. 2 എന്റെ പേഴ്സണലും 4 ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്ത ക്ലാസ്സുകൾ. ഇന്ന് എനിക്ക് 7 ക്ലാസ്സുകളാണ്. അപ്പോ അറ്റൻഡ് മോർ പ്രോഗ്രാംസ്. നമ്മൾ എത്ര അധികം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നു അത്രയധികം നമ്മുടെ നോളജ് കൂടും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് വേണ്ട ഒരു കാര്യം ഇംപ്രൂവ് പ്രൊഡക്റ്റ് നോളജ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ നോളജ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മൂർത്ത് സാർ എപ്പോഴും പറയും നമ്മളൊരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. RCM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. ഈ പ്രൊമോഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖല ശരിക്കും ഒരു പ്രൊമോഷൻ ഇൻഡസ്ട്രിയാണ്. ഇവിടെ പ്രൊഡക്റ്റിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റില്ല. സോ പ്രൊഡക്റ്റ് നോളജ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അത് ഈ സമയത്തേ പറ്റൂ. ഇത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി നമ്മൾ പുറത്ത് ജനങ്ങളോട് ഇടപഴകുന്ന രീതിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കണ്ടെത്തില്ല. അതിന് ഏറ്റവും എക്സാമ്പിൾ ആണ് മുമ്പ് തുടങ്ങിയ സൂം മീറ്റിംഗില് പിന്നീട് കുറച്ച് എല്ലാവരും പുറത്തേക്കൊക്കെ വ്യാപൃതമായി തുടങ്ങിയപ്പോൾ സൂം മീറ്റിംഗിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അതിന്റെ റീസൺ എന്താ? നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് പ്രൊഡക്റ്റ് നോളജ് കിട്ടില്ല. അപ്പോ ഈ ഒരു സമയം നമ്മൾ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കാൻ പറ്റിയാൽ, ഈ ഒരു സമയത്ത് നമ്മുടെ നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ വല്ലാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത്രയധികം ഗ്രാഹ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും, അത്രയധികം അറിവുകൾ കിട്ടും. സോ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുകയും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇപ്പോ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിരിക്കുന്ന ഈ ലോക്ക്ഡൌൺ എന്ന് ഞാൻ പറയും. ഇതുപോലെ തന്നെ വേണ്ട അടുത്തൊരു കാര്യമാണ് ലേൺ ദ സിസ്റ്റം. നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനും സമയം കണ്ടെത്തണം. നമുക്ക് പലവർക്കും നമ്മുടെ കമ്പനിയുടെ സിസ്റ്റത്തിനെ കുറിച്ച് വളരെയധികം ഗ്രാഹ്യം ഇല്ലാത്ത ആളുകൾ പോലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഇന്ന് പുതിയതായിട്ട് വരുന്ന ആളുകൾ പോലും സിസ്റ്റത്തിനെ കുറിച്ച് അറിയാതെ കമ്പനിയുടെ നെഗറ്റീവ് വശങ്ങളെ മാത്രം കാണുന്നവരുണ്ട്. ഈ അടുത്ത് വരെ ഒരു സംഭവം ഉണ്ടായി. അത് ആരാണെന്നൊന്നും ഞാൻ പറയണില്ല. ഒരു പാർട്ടി എന്നെ വിളിച്ചു, സാറേ എന്റെ ടീമിൽ ഒരാൾക്ക് 3000 രൂപ വരെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവര് സാധനം എടുക്കാണ്ട് പോയി. ഞാൻ പറഞ്ഞു അതെന്ത് എടുക്കാണ്ട് പോയേ? അപ്പൊ അവര് പറഞ്ഞു, സാറേ അവർക്ക് വേണ്ട സാധനങ്ങൾ അവര് ആ കമ്പനി ലിസ്റ്റിൽ വെച്ചിട്ടില്ല എന്നും പറഞ്ഞു പോയത്. കമ്പനി എത്രയോ പ്രൊഡക്റ്റുകൾ നമ്മുടെ ആ ലിസ്റ്റിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് ആ ലിസ്റ്റിലുള്ള ഇന സോപ്പ് ഇല്ല, എനിക്ക് ഓയിൽ ഇല്ല, ആട്ടപ്പൊടി ഇല്ല എന്ന് പറഞ്ഞ് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ദാനത്തിന്റെ പോസിറ്റീവ് ഭാഗങ്ങൾ നോക്കാതെ അതിന്റെ നെഗറ്റീവ് ഭാഗം നോക്കി 3000 രൂപ വരെ പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു പോയി. അവരെന്ത് പറയണം? നമ്മൾ എന്ത് പറയണം അവരെ? അത് ഈ സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ ഇന്ന് കേൾക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും എന്നേക്കാൾ പ്രായമുള്ളവരായിരിക്കാം. മനസ്സുകൊണ്ട് എല്ലാവരും ചെറുപ്പമാണ്. പക്ഷെ മറ്റു ഇത് നോക്കുമ്പോൾ എന്നേക്കാൾ പ്രായമുള്ളവരായിരിക്കാം. നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് 1/4 കിലോന്റെ ശർക്കരയുടെ പാക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടോ ഏതെങ്കിലും കടക്കാരൻ? എന്റെ വീട്ടിൽ ആരും തന്നിട്ട് എനിക്കറിയില്ല. എന്റെ അച്ഛൻ, എനിക്കിപ്പോ 27 വയസ്സായി. ഇത്രയും പ്രായത്തിന്റെ ഇടയിൽ എന്റെ അച്ഛൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ, ഇത്രയും സമയത്തിന്റെ ഇടയിൽ എന്റെ വീട്ടിലേക്ക് എന്റെ അച്ഛൻ ഇന്ന കടക്കാരൻ ഫ്രീ തന്നാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ 1/2 കിലോ, 3/4 കിലോ, 1 കിലോ കാര്യമല്ല ഞാൻ പറയുന്നത്. 1/4 കിലോന്റെ ശർക്കരയുടെ പാക്കറ്റ് പോലും കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫ്രീ ആയിട്ട് കിട്ടിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്രയധികം ലോകം മുഴുവൻ കുടുങ്ങി
ഇന്ത്യ മുഴുവൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഇത്രയധികം പ്രശ്നങ്ങളുടെ ഇടയിലും 10 പൈസ കുറയാതെ കമ്പനി നമുക്ക് 10,000 12,000 അതിനു മുകളിലും വിലയ്ക്കുള്ള സാധനങ്ങൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ദാനത്തിന് ഗിരീഷ് സാറിന്റെയും മൂർത്തി സാറിന്റെയും രാജൻ സാറിന്റെയും അതുപോലെ എല്ലാ ലീഡേഴ്സിനെയും കാൽക്കൽ പ്രണാമിക്കുകയും അതോടൊപ്പം TC ചാബ്ര എന്ന് പറയുന്ന മഹത് വ്യക്തിയെ മനസ്സിൽ ദൈവത്തിന് തുല്യമായി കാണുകയുമല്ല വേണ്ടത്. അല്ലാതെ ആ പ്രൊഡക്റ്റുകൾ തന്നതിൽ എനിക്ക് വേണ്ട ഇന്ന സോപ്പില്ല, എനിക്ക് വേണ്ട ഓയിലില്ല, എനിക്ക് വേണ്ട ആ സാധനം ഇല്ല, ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ആ കിട്ടിയ ഗിഫ്റ്റ് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവരെ അവർ ഈ സിസ്റ്റത്തെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ സിസ്റ്റത്തിനെ മനസ്സിലാക്കണം. കമ്പനി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. ഇന്ന് അവർ വർക്ക് അറ്റ് ഹോം എന്ന രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി TCG ഇന്ന് സ്റ്റാഫുകളെ എല്ലാവരെയും വർക്ക് അറ്റ് ഹോം ആക്കി വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി. ഈ സിസ്റ്റത്തിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്നാ മനസ്സിലാക്കാൻ പറ്റുക? ഈ സിസ്റ്റത്തിനെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ സമയം ഉപയോഗിക്കണം. RCM എന്ന പ്രസ്ഥാനത്തിന്റെ സിസ്റ്റം മനസ്സിലാക്കാൻ. ഈ സിസ്റ്റം മനസ്സിലാക്കുക. അതോടൊപ്പം അപ്ഡേറ്റ് ചെയ്ത ടെക്നോളജി, നിങ്ങളുടെ ടെക്നോളജിയിൽ വളർച്ചയുണ്ടാവണം. അപ്ഡേറ്റ് ചെയ്ത ടെക്നോളജി. കാരണം ഇനി വരുന്ന കാലഘട്ടം ടെക്നോളജിയുടെ കാലഘട്ടമാണ്. റോബോട്ടുകൾ വർക്ക് ചെയ്യുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ പണികൾ എടുക്കാൻ റോബോട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയം വരെ ഉണ്ടാവും. ഇത്രയധികം കാര്യങ്ങൾ, നമ്മുടെ കാർ ഓടിക്കാൻ റോബോട്ട്, ഡ്രൈവർലെസ് കാർ വരെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയധികം ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടെക്നോളജിയിൽ മാറ്റം ഉണ്ടാകണം. ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങൾ വളർച്ച ഉണ്ടാകുന്നത് ഞാൻ പറയില്ല. 4 കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഒന്ന്, RCM ഒഫീഷ്യൽ ആപ്പ് ഉപയോഗിക്കുന്ന രീതികൾ പഠിക്കണം. നമ്മുടെ കൂടെ വന്നവരെ പഠിപ്പിക്കണം. അതൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റും. RCM ഒഫീഷ്യൽ ആപ്പിൽ നമ്മുടെ യുവർ ബിസിനസ്സും യുവർ ഗ്രൂപ്പും മന്ത്ലി സ്റ്റേറ്റ്മെന്റും ലെഡ്ജർ വ്യൂ മാത്രമല്ലാതെ അതിൽ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഫുള്ള് തുറന്നു നോക്കിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മുതിർന്ന ലീഡേഴ്സിനല്ല ഞാൻ പറയുന്നത്. മുതിർന്ന ലീഡേഴ്സ് എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും. അതല്ലാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ആളുകൾ അല്ലെങ്കിൽ വൈറ്റൽ ലെവലിൽ നിൽക്കുന്ന, സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ഇന്ന് ഈ ഒഫീഷ്യൽ ആപ്പ് ഉപയോഗിക്കുന്ന രീതികൾ പഠിക്കണം. RCM ഒഫീഷ്യൽ ആപ്പിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാ. ഒരു കട അല്ലെങ്കിൽ ഒരു കടയുടെ നമ്പർ കിട്ടണം, ഉടനെ തന്നെ ലീഡറെ വിളിക്കാതെ അതിൽ ഡെലിവറി സെന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡെലിവറി സെന്റർ എടുത്ത് അതിൽ നിന്നും നമുക്ക് ആ കടയുടെ അഡ്രസ് അടക്കം ഫോൺ നമ്പർ അടക്കം എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇന്ന് RCMലുണ്ട്. സോ അപ്ഡേറ്റ് ദ ടെക്നോളജി. ഈ കാലഘട്ടത്തിൽ ഇപ്പോ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇതിനൊക്കെ പറ്റുള്ളൂ. ഈ ടെക്നോളജിയിലെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ POS ആപ്പ്, RCMന്റെ POS ആപ്പ്, നമുക്ക് ബില്ലടിക്കാൻ ഉപയോഗിക്കുന്ന POS ആപ്പില് നമ്മൾ അതിൽ പർച്ചേസ് ചെയ്ത കടയുടെ അഡ്രസ് അടക്കം ബില്ല് കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. അതുപോലും നോക്കാതെ എന്റെ ബില്ല് കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് അപ്ലൈനെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അപ്ലയൻസിനെ വിളിച്ച്, സാറേ ഞാൻ ഇന്ന കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു, എന്റെ ബില്ല് ഇതുവരെ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ആ ബില്ല് കയറിയിട്ടില്ലെങ്കിൽ അത് വരാൻ, മെസ്സേജ് വരാൻ ചിലപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കാം. ആ മെസ്സേജ് നമുക്ക് വന്നിട്ടില്ലെങ്കിലും ഈ ആപ്ലിക്കേഷനിൽ കയറിയാൽ അതിൽ പർച്ചേസ് എടുത്ത് നോക്കിയാൽ, റിപ്പോർട്ടിൽ പർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ വാങ്ങിച്ച രൂപയുടെ ബില്ലടക്കം, ആ സാധനങ്ങളുടെ പേരടക്കം, ഇന്ന കടയിൽ നിന്ന് ബില്ല് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുവരെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ നമുക്ക് കമ്പനി മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇത്രയധികം ഓപ്ഷൻസ് ആ POS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ കുറെ അധികം ഓപ്ഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. ഇതൊക്കെ നോക്കാനുള്ള സമയമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ലോക്ക്ഡൌൺ. ഗൂഗിൾ മീറ്റ്, സൂം ആപ്ലിക്കേഷൻ, ഇതൊക്കെ ലീഡർമാർ നടത്തുമ്പോൾ അവിടെ കയറി ഇങ്ങനെ ഇരിക്കാൻ എല്ലാവർക്കും അറിയാം. ഇത് സ്വന്തമായി നടത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാനും സ്വന്തമായി ഇതിലൂടെ ക്ലാസ്സുകൾ എടുക്കാനും നമ്മൾ ഈ സമയം പഠിക്കണം. ഈ സമയത്ത് ഇതിനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം. സോ ഇംപ്രൂവ് യുവർ നോളജിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് വലിയ വലിയ അച്ചീവ്മെന്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്ഡേറ്റ് ദ ടെക്നോളജി. നെക്സ്റ്റ്, നോളജ് വന്നു കഴിഞ്ഞാൽ നോളജ് മാത്രം പോരാ. ടീച്ചർമാർ പഠിക്കുക മാത്രമല്ല ചെയ്യുക, അവര് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും. അത് അവരുടെ കഴിവ് കൂടാനാ. സോ എന്നത് പറഞ്ഞ മാതിരി ഇംപ്രൂവ് യുവർ സ്കിൽ. നമ്മുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യണം. സ്കില്ല് ഇംപ്രൂവ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിലൊക്കെ വേണം? ആദ്യം പ്രൊഡക്റ്റ് പ്രസന്റേഷൻ. എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പ്രസന്റ് ചെയ്യാം? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വേണമെങ്കിൽ അരമണിക്കൂർ പറയാം, 1 മണിക്കൂർ പറയാം, 3/4 മണിക്കൂറും പറയാം. വേണമെങ്കിൽ 1 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ടും പറയാം. വുമൺ ടാബ്ലറ്റിനെ കുറിച്ച് ഞാൻ ഇന്നാൾ ഒരു വീഡിയോ കണ്ടു യൂട്യൂബില്. ഒരു ലേഡി പറയുന്ന, ഒരു മാഡം പറയുന്നതാ. അത് എവിടത്തെ ഏത് സ്ഥലത്തെ മാഡം എന്നറിയില്ല. പക്ഷെ 1 മിനിറ്റ് 10 സെക്കൻഡ് കൊണ്ട് വുമൺ ടാബ്ലറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത്രയും ഷോർട്ടായിട്ട്. ഇന്നലെ ഞാൻ PVMFന്റെ കുറിച്ച് പറയുന്ന ഒരു 3 മിനിറ്റിന്റെ വീഡിയോ കണ്ടു. ഇത്രയും ഷോർട്ടായിട്ട് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാം. പക്ഷെ അത്രയും ഷോർട്ടായിട്ട് പറയണമെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ ഗ്രാഹ്യമായിട്ടുള്ള നോളജ് ഉണ്ടാവണം. ആ നോളജ് ഉണ്ടായി
അതില് നമ്മുടെ സ്കില്ല് വളർത്തണം, പ്രൊഡക്റ്റ് പ്രസന്റേഷനിൽ സ്കില്ല് കൊണ്ടുവരണം. അതിനും ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ? പ്രൊഡക്റ്റ് പ്രസന്റേഷൻ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു, അത് ഒരു ടൈമർ വെച്ച് ആ ടൈമറിനുള്ളിൽ മാക്സിമം അതിന്റെ കാര്യങ്ങൾ അന്തസത്ത് പോവാതെ കാര്യങ്ങൾ പറയാൻ പ്രസന്റ് ചെയ്തുകൊണ്ട് കുറെ വീഡിയോ ചിലപ്പോൾ എടുക്കേണ്ടി വരും. പക്ഷെ അതുപോലെ വീഡിയോസിലെടുത്ത് നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈന് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർ അതിന്റെ തിരുത്തുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരും. വീണ്ടും അത് തിരുത്തിയിട്ട് വീണ്ടും ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പ്രസന്റേഷനിൽ മാസ്റ്റർ ആവാൻ പറ്റും. അപ്പോ അതിനും ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, പ്ലാൻ പ്രസന്റേഷൻ, മാർക്കറ്റിംഗ് പ്ലാൻ, പ്രൊഫൈല്, ഇൻകം, 21 ലോസ്. ഈ 4 കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പഠിക്കാനുള്ള സമയമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാർക്കറ്റിംഗ് പ്ലാൻ 7 മിനിറ്റ് കൊണ്ട് പറയണമെന്ന ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും മൂർത്തി സാറും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ 7 മിനിറ്റ് അല്ല, 6 മിനിറ്റ് 50 സെക്കൻഡ് കൊണ്ട് വരെ മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പറ്റും. അത് മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ച് വളരെ വ്യക്തമായ അറിവ് ഉണ്ടായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്ത് സ്കില്ലാക്കി മാറ്റുമ്പോഴേ അങ്ങനെ പറ്റൂ. സോ അറിവ് നേടുക, അത് പ്രാക്ടീസ് ചെയ്യുക, അതിൽ മാസ്റ്ററായി മാറുക. അതിനൊക്കെ ഈ സമയം നിങ്ങൾ വിനിയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം വിനിയോഗിക്കുക. പ്രൊഫൈല് പറയുന്നത്, ഇൻകം പറയുന്നത്, ഇൻകത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇതിന്റെ പേഴ്സൻറ്റേജ് സ്ലാബ്. 100 BVക്ക് മുകളിൽ തുടങ്ങി 10%, 5000 BVക്ക് മുകളിൽ 12%, 10000 BVക്ക് മുകളിൽ 14%, 20,000 മുകളിൽ 16.5%, 40,000 മുകളിൽ 19% എന്ന് പറഞ്ഞ് ആ ഒരു 32% വരെയുള്ള സ്ലാബ് കണക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഇൻകം പ്ലാനിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് പഠിക്കുക. 21 ലോസ്, 6 ബേസിക്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ ഹൗസ്. ഇത് കാണാപ്പാടം എന്ന് നിങ്ങൾ പഠിക്കുന്നു അന്ന് നിങ്ങൾ RCM സ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കും. നിങ്ങൾക്ക് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ പറ്റും. ഈ പ്ലാൻ പ്രസന്റേഷൻ പഠിക്കാനുള്ള സമയമാണിത്. ഇതൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വോയിസ് ക്ലിപ്പ് എടുത്ത് നിങ്ങളുടെ ലീഡേഴ്സിന് അയച്ചു കൊടുത്ത് അതിൽ തിരുത്തുകളുണ്ടെങ്കിൽ തിരുത്തി തരാൻ പറഞ്ഞ് ചെയ്യിക്കാം. ഞാൻ ഇന്ന് എന്റെ ടീമിനെ കൊണ്ട് ഈ ലോക്ക്ഡൌൺ സമയത്ത് 2 ആഴ്ച മുമ്പ്, ഈ ലോക്ക്ഡൌൺ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയ 2 ആഴ്ചയായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എല്ലാ ദിവസവും എല്ലാവരുടെ ഇതുപോലെ വോയിസ് അയച്ചു തരാൻ പറയും. അവരുടെ തിരുത്തുകൾ ഞാൻ തിരുത്തി കൊടുക്കുന്നു. ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റിംഗും പ്രൊഫൈലും പറയുന്ന രീതിയിലേക്ക് അവർ വളർന്നുകൊണ്ടിരിക്കുക. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം. വേ ഓഫ് ടോക്കിംഗ്, നമ്മൾ സംസാരിക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മൾ ഇങ്ങനെ പ്രസന്റേഷൻ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലീഡർമാർ അതിൽ പറയും, ദേ ഇന്ന വാക്ക് ഉപയോഗിച്ചത് വേണ്ട കേട്ടോ, അത് മാറ്റിക്കോ എന്ന് പറയും. ഇന്നലെ എന്റെ ടീമിലെ നിഷ എന്ന് പറഞ്ഞ മാഡം ഗിരീഷ് സാറിന്റെ മീറ്റിംഗിൽ ഗാഥ പൗഡറിനെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ ഞാൻ അതിന് വേണ്ടാന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ തിരുത്തിയിട്ടാ ഇന്നലെ നിഷമ്മയുടെ അതിൽ സംസാരിച്ചത്. പക്ഷെ ഇന്ന് ഡോക്ടർ രാജൻ സാർ രാവിലെ ഇന്നലെ സംസാരിച്ച ലേഡീസിനെ കുറിച്ച് കമന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നലെ സംസാരിച്ചതൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാ, അവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടെന്ന്. കാരണം എന്താ? അവര് തേച്ച് മിനുക്കിയാണ് അവർ വേദിയിൽ വന്നത്. ആ ഒരു സ്പാർക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ലീഡർക്ക് പറ്റൂ. ആ സ്പാർക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം വരുത്തി അതിനുശേഷം ഇതുപോലെ പ്രസന്റേഷന്റെ ഒരു വോയിസ് ക്ലിപ്പ് എടുത്തോ വീഡിയോ ക്ലിപ്പ് എടുത്തോ നിങ്ങളുടെ ലീഡർക്ക് അയച്ചു കൊടുത്ത് ലീഡർമാര് എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾ വലിയൊരു ലീഡറായി മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വ വികസനം വളരെ ഗംഭീരമായ വ്യക്തിത്വ വികസനമായിരിക്കും. ഈ സമയം അതിനു വേണ്ടി ഉപയോഗിക്കണം. ഈ സമയം വളരെ വരദാനമായ സമയമാണ്. ചേഞ്ച് റിവിഷൻ, ഈ നോളജും സ്കില്ലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാട് മാറ്റണം. ഇന്ന് നമ്മളൊരു 6 മെഗാപിക്സലിന്റെ 8 മെഗാപിക്സലിന്റെ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ RCM എന്ന പ്രസ്ഥാനത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയുക. 108 മെഗാപിക്സലിന്റെ ഒക്കെ SLR ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആ ക്യാമറയുടെ ലെൻസ് നിങ്ങൾ ഘടിപ്പിക്കുക നിങ്ങളുടെ കണ്ണിന്. അത് വെച്ചുകൊണ്ട് RCM എന്ന പ്രസ്ഥാനത്തിനെ കാണാൻ പറ്റണം. ഈ ഒരു വിഷനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ഒരു വിഷൻ എനിക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞത് നമ്മുടെയൊക്കെ ഗ്രേറ്റ് ഗുരു ആയിട്ടുള്ള CRN മൂർത്തി സാറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സുരേന്ദ്രൻ സാറിന്റെ ടീമിൽ നടന്ന ഒരു കടയുടെ ഉദ്ഘാടനത്തിന് തൊടുപുഴ ഭാഗത്താണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ വരുന്ന സ്ഥലം, അവിടെ പോകാനായിട്ട് വരികയും അവിടെ മൂർത്തി സാറ് കാണിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ യൂത്ത് ഐക്കൺ പ്രോഗ്രാമിൽ മൂർത്തി സാറ് ഈ ഒരു കണക്ക് കാണിക്കുകയും ചെയ്തു. അതിലെ ഒരു കണക്കാണ്. ആ ഒരു കണക്ക് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഈ കണക്ക് കണ്ടവരുണ്ടാവാം, കാണാത്തവരുണ്ടാവാം. എന്ത് ചെയ്താലും ഒന്നും കൂടി നമ്മൾ ഈ കണക്ക് നോക്കുക. 3 മാസം കൂടുമ്പോൾ ഒരാളെ RCM പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കണക്കാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളുകള് ഇത് മൂർത്തി സാർ പറയുമ്പോൾ പല പ്രാവശ്യം മൂർത്തി സാർ എടുത്തു പറഞ്ഞിരുന്നു ഇത് മടിയന്മാർക്കുള്ള കണക്കാണെന്ന്. എന്റെ മുമ്പിലിരിക്കുന്ന ഒറ്റ ആളുകളും 500 അടുത്ത് ആൾക്കാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവരാരും മടിയന്മാരല്ല. അപ്പോ നമുക്കുള്ള കണക്കല്ല ശരിക്കും പറഞ്ഞ. പക്ഷെ എന്നിരുന്നാലും മടിയന്മാര് ചെയ്യുന്നത് പോലെ ചെയ്തിട്ടും കിട്ടുന്ന ഒരു അവസരം ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം അവസരം ഉണ്ടാവുമെന്ന് നിങ്ങൾ ഇതിന് മനസ്സിലാക്കിയെടുക്കണം. ഇത് 3 മാസം കൂടുമ്പോൾ ഒരാളെ ജോയിൻ ചെയ്യിക്കുന്നു. എങ്ങനെയുള്ള ആളുകളെ? നമ്മളെ പോലെ തന്നെ 3 മാസം കൂടുമ്പോൾ ഒരാളെ ഞാൻ കൊണ്ടുവരികയും
അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് തരുന്ന ഒരാളെ 3 മാസം കൂടുമ്പോൾ നമ്മുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ 12 മാസം, ഒരു വർഷം കഴിയുമ്പോൾ 8 പേരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതേ കണക്ക് അങ്ങനെ പോയി ഇതൊരു 6 വർഷത്തെ കോഴ്സായിട്ട് നിങ്ങൾ എടുത്താൽ, MBBS ഒക്കെ പഠിക്കുമ്പോൾ 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിന്റെ ഇന്റേൺഷിപ്പും അതും ഇതൊക്കെ വന്നിട്ട് 1 വർഷം 1.5 വർഷം പിന്നെയും പോകും. ബിടെക് ആയാലും എല്ലാത്തിനും ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എങ്ങനെ പോയാലും ഒരു 5-6 വർഷം നമ്മൾ ആ ഒരു പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന പോലെ RCM എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, RCM എന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ 6 വർഷത്തെ കോഴ്സ് എടുത്തേക്കാം. ഈ 6 വർഷം ഞാൻ RCM പ്രസ്ഥാനത്തിൽ നിലനിൽക്കും. എങ്ങനെ? കൺസിസ്റ്റന്റ്ലി, പേഷ്യന്റ്ലി, ഹംബിൾഡ് ആയിട്ട് നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുകയാണെങ്കിൽ 72 മാസം എന്ന് പറഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ ഈ നിലയിൽ പോവുകയാണെങ്കിൽ, ഇതേപോലെ 3 മാസം കൂടുമ്പോൾ ഓരോരുത്തരെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ കൂടെ വന്നവർ കൊണ്ടുവരികയും എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 72ാമത്തെ മാസം നമ്മുടെ ടീമിൽ 83,88,608 പേര് നമ്മുടെ ടീമിലുണ്ടാവും. ഇത്രയും ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ആളുകളെ RCM എന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് 1000-ലധികം പ്രൊഡക്റ്റുകൾ ഇന്ന് കിട്ടുന്നുണ്ട്. 6 വർഷം കഴിയുമ്പോൾ എത്രയധികം പ്രൊഡക്റ്റ് ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ കാണുന്ന എന്തു സാധനവും RCM എന്ന ബ്രാൻഡ് വെച്ചിട്ടുള്ളതായിരിക്കും. ആ രീതിയിലേക്ക് പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ 2000 രൂപയുടെ പ്രൊഡക്റ്റ് ആണോ വാങ്ങിക്കുക? ഇന്ന് തന്നെ വീട്ടിൽ 5000 രൂപ വരെങ്കിലും മിനിമം വീട്ടിലേക്ക് മാത്രം വാങ്ങിക്കുന്ന ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ 5000-ഉം 2000 ഒന്നല്ല വാങ്ങിക്കാൻ പോകുന്നു അല്ലെ? പക്ഷെ എന്നിരുന്നാലും വളരെ മിനിമത്തിൽ മിനിമം, ഞാൻ നേരത്തെ പറഞ്ഞു, മിനിമത്തിൽ മിനിമം നമ്മൾ എടുക്കുന്നു. 2000 രൂപ വരെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുള്ളൂ. ഇതേ രീതിയിൽ 2000 രൂപ വരെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. 6 വർഷം കഴിയുമ്പോൾ 72ാമത്തെ മാസം 83,88,608 പേരും ഈ 2000 രൂപ വരെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ സംഖ്യ എത്ര വരുന്നതെന്ന് നോക്കി. ആ സംഖ്യ വായിക്കണമെങ്കിൽ, ഈ സംഖ്യ ഞാൻ മൂർത്തി സാർ കാണിച്ചപ്പോൾ അത് വായിക്കാൻ വേണ്ടി തന്നെ ഞാൻ കുറെ നേരം എടുത്തു. ഇപ്പൊ കാണാപ്പാടം പറയും, പക്ഷെ അന്ന് ഞാൻ കുറെ സമയം എടുത്തു. കാരണം ഇത്രയും വലിയ സംഖ്യ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. 1677,72,16,16,000 രൂപ വരെ ടേൺ ഓവർ അടക്കും. ഇത്രയും രൂപ വരെ ടേൺ ഓവർ അടക്കുമ്പോൾ അതിന് ബിസിനസ് വോളിയം പകുതിയായിട്ട് ബിസിനസ് വോളിയം എടുത്തു കഴിഞ്ഞാൽ 8,000 ബിസിനസ് വോളിയം ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 100 കോടി ബിസിനസ് വോളിയം ഉണ്ടായാൽ മതി സ്റ്റാർ ഡയമണ്ട് ആവാൻ. അപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ഇപ്പൊ പറയുന്നു, കമ്പനി പുതിയ പിന്നുണ്ടാക്കും. ആർക്ക് വേണ്ടി? ഈ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി, നമ്മൾ ഈ മലയാളികൾക്ക് വേണ്ടി കമ്പനി പുതിയ പിന്നുണ്ടാക്കുമെന്ന് ഇന്ന് സാറുമാര് പറയുമ്പോൾ, നമ്മുടെ ഗ്രേറ്റ് ഗുരുക്കന്മാര് പറയുമ്പോൾ അതിലൊരു അതിശയോക്തി ഇല്ലാതെ ഞാൻ പറയൂ. കാരണം അവർ ഈ കണക്ക് കണ്ടിട്ടാ അവര് പറയുന്ന ഈ ഒരു കാര്യം. ഈ ഒരു അവസരം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ബിസിനസ് വോളിയം വരുന്ന ഒരു അവസരം വരുമ്പോൾ, അന്ന് സ്റ്റാർ ഡയമണ്ടിന്റെ മുകളിൽ പിന്ന് ഉണ്ടാക്കിയല്ലേ പറ്റൂ കമ്പനിക്ക്. ആ പിന്ന് വാങ്ങിക്കാൻ പോകുന്നവരാ ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും ആളുകൾ. ഇവരൊക്കെ ഈ പിന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരായിരിക്കും. പക്ഷെ ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് വരണം. നിങ്ങൾ നോളജ് വർദ്ധിപ്പിക്കണം, സ്കില്ല് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം. ഇതോടൊപ്പം RCMനോടൊരു കമ്മിറ്റ്മെന്റോടുകൂടി മെച്യൂരിറ്റി കാണിച്ചുകൊണ്ട്, റെസ്പോൺസിബിലിറ്റി കാണിച്ചുകൊണ്ട് നിലനിൽക്കണം. ഇതിനെല്ലാം പുറമെ വളരെ ഹമ്പിളായിട്ട് പെരുമാറുന്ന ഒരു സ്വഭാവവും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ മൂർത്തി സാറ്, സുരേന്ദ്രവാട് സാറ്, ഡോക്ടർ രാജൻ സാറ്, ഗിരീഷ് സാറ്, സുജിത് സാറ്, ഹേമന്ത് സാറ്, ഇവരൊക്കെ ഇത്രയും വലിയ ഹൈറ്റ്സിൽ എത്തിയിട്ട് പോലും ഇന്ന് പുതിയതായിട്ട് വരുന്ന ആളുകളോട് പോലും പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടുപഠിക്കണം. അതുപോലെ ഹമ്പിൾ ആവാൻ നമുക്ക് പറ്റണം. കാരണം ഹമ്പിൾ ആവുമ്പോഴേ, ഡൗൺ ടു എർത്ത് ആവുമ്പോഴേ ഏതൊരു വൃക്ഷവും വളർന്നുള്ളൂ. വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് എത്രത്തോളം താഴ്ചയിലേക്ക് പോകുന്നു, അത്രത്തോളം ഉയരത്തിലേക്ക് ആ വൃക്ഷം വലുതാവും. കാരണം അതിന്റെ വേര് താഴ്ത്തിക്ക് പോയതുകൊണ്ടാ. സോ ആദ്യം ആ വൃക്ഷം പോലും തന്റെ വേരിനെ ഡൗൺ ടു എർത്തിന്റെ ഇടയിലേക്ക്, എന്നുവെച്ചാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറക്കുവാൻ അനുവദിച്ചത് കൊണ്ടാണ്. ഹമ്പിളായി ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടാ ആ വൃക്ഷം വളർന്നത്. നമ്മളും ഇതുപോലെ വൃക്ഷമാണ്. മനുഷ്യജന്മമാണ് ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയും. ഈ മനുഷ്യജന്മം നമ്മൾ ഉപയോഗിക്കണം. ഇതിനെ നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ഇത്രത്തോളം ബിസിനസ് വോളിയം വരുമ്പോൾ നമുക്ക് ഡ്രീം കണ്ടുകൂടെ? നമ്മൾ ഇന്ന് നമ്മുടെ ലീഡേഴ്സ് ഡ്രീം എഴുതാൻ പറയുമ്പോൾ, നമ്മുടെ ലീഡേഴ്സിന്റെ മുമ്പിൽ നമ്മൾ എഴുതി വെക്കും. എന്ത് എഴുതും? സാറേ, എനിക്ക് RCM എന്ന പ്രസ്ഥാനത്തിന് ഒരു സൈക്കിൾ വാങ്ങിക്കണം, ഒരു ബൈക്ക് വാങ്ങിക്കണം, ഒരു കാറ് വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെ എഴുതും. കാർ ഏതാ വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, കാർ ഒരു 5 ലക്ഷം രൂപ വരെ കാറ് സാറേ, അല്ലെങ്കിൽ ഒരു 9 ലക്ഷം രൂപ വരെ കാറ്, അങ്ങനെ പറയും. അതുപോലെ ബൈക്കിന്റെ കാര്യം പറഞ്ഞാൽ ബൈക്ക് ഒരു 1.5 ലക്ഷം, 2 ലക്ഷം, അതിന് മുകളിലേക്ക് പോവില്ല. എന്തുകൊണ്ട് 38 ലക്ഷത്തിന്റെ BMW ബൈക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചൂടാ? എന്തുകൊണ്ട് 1.5 കോടിയുടെ വോൾവോ വാങ്ങിച്ചൂടാ? വോൾവോയുടെ കാറുകൾ വാങ്ങിച്ചൂടാന്ന് ആലോചിച്ചൂടാ? എന്തുകൊണ്ട്? നമുക്ക് ആലോചിച്ചൂടെ അതൊക്കെ? ഇത്രത്തോളം ടേൺ ഓവർ കമ്പനി നമുക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ടെങ്കിൽ
ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റണം. പക്ഷെ ഇതൊക്കെ ആ സമയത്ത് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പൊ കാണണം സ്വപ്നം. ഈ സമയത്ത് നിങ്ങൾ സ്വപ്നം കാണണം. എന്നോട് ഗിരീഷ് സാറ് ഞാൻ സ്റ്റാർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് സാറ് ഡ്രീം എഴുതാൻ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാർ ആയിരിക്കുമ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 2025 കഴിയുമ്പോൾ എന്റെ വീടിന്റെ ഉമ്മറത്ത് 1.5 ലക്ഷത്തിന്റെ വോൾവോ XC90 വൈറ്റ് കാർ എന്റെ വീടിന് ഉമ്മറത്തുണ്ടാവുന്നത്. അത് അന്ന് സ്റ്റാർ ആയിട്ട് ഇരിക്കുമ്പോൾ കാണാൻ പറ്റിയതുകൊണ്ടാ ഞാൻ ഇന്നും മാർസിൻ പ്രസ്ഥാനത്തില് അടിയുറച്ചു നിൽക്കുന്നത്. കാരണം നമ്മുടെ ഡ്രീംസ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ഡ്രീംസ് നമുക്ക് ഉണ്ടാവണം. ഇന്ന് നിങ്ങളുടെ ഡ്രീം എഴുതാത്തവരാണെങ്കിലും അതില് വളരെ ചെറിയ ഡ്രീമുകൾ ഉണ്ടെങ്കിൽ ഇന്ന് അത് വെട്ടി തീർത്തണം. ഇന്ന് അത് വെട്ടി നിങ്ങൾ വേറെ ഡ്രീം എഴുതി വെക്കണം. ഇന്ന് നിങ്ങൾക്ക് ആ ഡ്രീം മാറ്റി എഴുതാൻ പറ്റിയാൽ നിങ്ങളായിരിക്കും ഇനി വരുന്ന കാലഘട്ടത്തിലെ രാജാവ്. ഇനി വരുന്ന ഈ ഒരു ആർസിഎം ബിസിനസ്സിലെ രാജാക്കന്മാര്. നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഡ്രീമിൽ മാറ്റം വരുത്തണം. ഇന്ന് മാറ്റം വരുത്തണം. 1677 കോടിയുടെ ടേൺ ഓവർ അടക്കുമ്പോൾ ആ വരുമാനം, ഞാനൊരു അപ്രോക്സിമേറ്റ് വരുമാനം എഴുതി വെച്ചിട്ടുണ്ട്. 1.5 കോടി. ഇതൊക്കെ ചെറിയ വരുമാനാ. ഇതിനേക്കാൾ വലിയ വരുമാനമായിരിക്കും. പക്ഷെ ഇത് ഞാൻ ചെറിയൊരു വരുമാനം എഴുതിയത്. പക്ഷെ ഇത് നമ്മൾ മാത്രമല്ല വാങ്ങിക്കുന്നത്. നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഓരോ ആളുകൾക്കും നമ്മൾ ഈ വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നു. നമ്മുടെ കൂടെ വന്നവരുടെ വീട്ടിൽ കാറ് വരുന്നു. അവരുടെ വീട്ടിൽ ലക്ഷറി കാറുകള്. നമ്മുടെ വീട്ടില് എനിക്ക് ഉറപ്പാണ് ഞാൻ വോൾവോ XC90 വാങ്ങിക്കുമ്പോൾ അതോടൊപ്പം തുല്യമായ ലക്ഷറി കാറുകൾ എന്റെ ഈ വെള്ളാഞ്ചിറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലുണ്ടെങ്കിൽ അതൊക്കെ ആർസിഎമ്മിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും. അത് ഞാൻ അടിവരയിട്ട് പറയാം. അതിൽ ഇന്ന് എന്റെ കൂടെ എന്റെ ടീം അംഗങ്ങളും ഈ മീറ്റിംഗ് കേൾക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാറിന് മുമ്പ് ഞാൻ വാങ്ങിക്കുന്ന ഒരു കാർ ഉണ്ടാവും. അത് ടാറ്റ സഫാരി. അത് ഈ വർഷം അവസാനിക്കുമ്പോൾ എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഈ വർഷം അവസാനിച്ച് എന്റെ വീടിന്റെ പണി എന്ന് തീരുന്നോ, എന്റെ വീടിന്റെ വർക്കുകൾ ഇന്നും കഴിഞ്ഞിട്ടില്ല, ഫുൾ വർക്കുകൾ. ആ വർക്കുകൾ എന്ന് തീരുന്നോ, ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തീരുകയാണെങ്കിൽ അന്ന്, അല്ലെങ്കിൽ ഈ വർഷം ആ വർക്കുകൾ എന്ന് തീരുന്നോ, കാരണം ആ വണ്ടി കൊണ്ടുവന്നിടുമ്പോൾ ആ വണ്ടിക്ക് തുല്യമായ ഒരു വീട് ഉണ്ടാവണം അല്ലെ. സോ എന്റെ വീടിന്റെ വർക്ക് എന്ന് തീരുന്നോ അന്ന് എന്റെ കാർ പോസിറ്റ് ആ വണ്ടി ഉണ്ടാവും, ടാറ്റ സഫാരി ഉണ്ടാവും. അത് ഇപ്പോൾ ആ ചങ്കുറ്റത്തോടുകൂടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ വിഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാ. ഈ ഒരു വിഷൻ നമുക്ക് ഉണ്ടാവണം. നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ആ വണ്ടി വാങ്ങിക്കുമ്പോൾ എന്റെ ടീമിലുള്ളവരുടെ വീട്ടിൽ ചുരുങ്ങിയത് ഒരു 4 കാറെങ്കിലും അവരുടെ വീട്ടിലും ഞാൻ കൊണ്ടുവന്നിട്ടെ ആ വണ്ടി ഞാൻ കൊണ്ടുവരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ വന്നവരെ വളർത്തുക, നമ്മുടെ കൂടെ വന്നവരെ ഉയർത്തിയെടുക്കുക, അവർക്ക് വേണ്ട അറിവുകൾ കൊടുക്കുക, അതിന് നമ്മുടെ അറിവുകൾ കൂട്ടുക. ഇതോടൊപ്പം വേണ്ട ഒരു കാര്യം, ഇതോടൊപ്പം ഞാൻ പറയുന്നു, യുവർ ഡിസിഷൻ ഈസ് യുവർ ഫ്യൂച്ചർ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഇത് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും എപ്പോഴും ഒരു സ്റ്റോറി പറയാറുണ്ട് അല്ലെ. എന്നത് പറഞ്ഞ പോലെ ഞാനൊരു കുട്ടി സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇത് മൂർത്തി സാറ് പറഞ്ഞ് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ഈ സ്റ്റോറി. അത് തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക്, കേൾക്കാത്തവർക്ക് വേണ്ടി മുന്നിലേക്ക് വയ്ക്കുന്നു. ഈ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൂട്ടുകാരന്മാര് ഇന്ന് എന്റെ മുമ്പിലിരിക്കുന്ന കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. വേണമെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ ആലോചിക്കാം. നമ്മൾ 3 പേര്, ഞാനടക്കം ഒരു 2 പേരും കൂടി നമ്മൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചായ കുടിക്കാൻ പോവാ. നമ്മുടെ നാട്ടില് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സാധാരണ ലോക്കൽ ചായകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കറ പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പൊട്ടലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു ഗ്ലാസ്സിലായിരിക്കും അല്ലേ ചായ തരാ. പക്ഷെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി നോക്കി, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിലായിരിക്കും. അത് വെറുതെ ഗ്ലാസ് ആയിരിക്കില്ല, കപ്പും സോസറായിരിക്കും. കപ്പും സോസറിൽ നമുക്ക് ചായ തരാം. ഈ കപ്പും സോസറിൽ നമുക്ക് ചായ തരുമ്പോൾ ആ ചായ വാങ്ങിച്ച് 3 ഫ്രണ്ട്സ് ചായ കുടിച്ചു. ആ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യത്തെ പിക്ചറിൽ കാണുന്ന പോലെ ആ കപ്പും സോസറും അങ്ങനെ വെച്ചു, നിവർത്തി വെച്ചു. രണ്ടാമത്തെ കൂട്ടുകാരൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പിനെ കമിഴ്ത്തി വെച്ചു, സോസറിന്റെ ഉള്ളിൽ കമിഴ്ത്തി വെച്ചു. മൂന്നാമത്തെ കൂട്ടുകാരൻ ഇതൊക്കെ കണ്ടിരുന്നിട്ട് ഇവന്മാരെന്താ കാണിക്കുക, എന്നാ പിന്നെ ഞാനൊന്നും കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ആള് കെടുത്തി വെച്ചു. അപ്പോ കെടുത്തി വെച്ചത് കണ്ടപ്പോ മറ്റു 2 കൂട്ടുകാരന്മാർക്ക് ഒരു ക്യൂരിയോസിറ്റി, ഇവൻ എന്തൊക്കെ കാണിക്കണേ, ഇവൻ കമിഴ്ത്തിയും വെച്ചില്ല നേരെയും വെച്ചില്ല, ഇവൻ എന്തിട്ടാണോ കാണിക്കുന്നത്, എന്നാ പിന്നെ അവനോട് ചോദിച്ചേക്കാന്ന് വെച്ചിട്ട് കൂട്ടുകാരന്മാര് ചോദിച്ചു, നീ എന്താടാ കപ്പ് കെടുത്തി വെച്ചേണേ എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അപ്പൊ നിങ്ങെന്ത് ഇങ്ങനെ വെച്ചേ, ഒരാള് നേരെയും വെച്ചു, ഒരാള് കമിഴ്ത്തിയും വെച്ചു, നിങ്ങെന്തിനാ ഇങ്ങനെ വെച്ചേ. അപ്പൊ പറഞ്ഞു, ഞങ്ങ വെച്ചതിന് ഒരു കാരണമുണ്ട്. ഞങ്ങ വെച്ചതിന്റെ കാരണം, ഒന്നാമത്തവൻ പറഞ്ഞു, എടാ നല്ല ചായ, ഇതേപോലത്തെ ഒരു ചായ ഞാൻ എന്റെ ജന്മത്ത് കഴിച്ചിട്ടില്ല, സൂപ്പർ ചായ, അതുകൊണ്ട് എനിക്ക് ഇനിയും ചായ വേണം. അതിനു വേണ്ടി ഞങ്ങൾ നിവർത്തി വെക്കുമ്പോ എന്താ, വെയിറ്റർ പിന്നെയും ചോദിക്കും അല്ലെ. ഈ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള വെയിറ്റർമാരുണ്ടാവും. അവര് വന്നിട്ട് സാറ് ചായ വേണോ എന്ന് ചോദിക്കുമ്പോ ആള് ചോദിക്കുമ്പോ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കും. അതിനു വേണ്ടി ഞാൻ അങ്ങനെ വെച്ചേ.
അത് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചേ. അപ്പൊ രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ എനിക്കേ ചായ ഇഷ്ടപ്പെട്ടു, നല്ല ചായയാ, സൂപ്പർ ചായയാണ്, നീ പറഞ്ഞ മാതിരി തന്നെ നല്ല അടിപൊളി ചായ. പക്ഷേ ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലാ, അത് കാരണം എനിക്ക് ഇനി ചായ വേണ്ട. അപ്പൊ ഇനി ചായ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കമിഴ്ത്തി വെച്ചേ. അല്ലെങ്കിൽ എന്താ, അവനോട് ചായ വേണമെന്ന് ചോദിക്കുമ്പോ ഞാനും അതുപോലെ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കില്ലേ ചായ വേണോന്ന്. അപ്പൊ ഞാൻ വേണമെന്ന് പറയും, വാങ്ങിച്ചു കുടിക്കും. പക്ഷെ എന്നോട് ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കപ്പ് കമിഴ്ത്തി വെച്ചു. അപ്പൊ എന്നോട് ചോദിക്കില്ലല്ലോ, അപ്പൊ ഞാൻ കപ്പ് കമിഴ്ത്തി വെച്ചു. അപ്പൊ മൂന്നാമത്തവൻ പറഞ്ഞു, നിങ്ങളത് ഇങ്ങനെയല്ല പറഞ്ഞേ, ഇതുപോലെ തന്നെയാണ് എന്റെ അവസ്ഥ, നല്ല ചായയാ. അപ്പൊ എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെ കെടുത്തി വെച്ചത്, ഒന്നെങ്കിൽ ആൾ എന്നോട് ചോദിക്കും, എന്നോട് ചോദിച്ചാ ഞാൻ വേണമെന്ന് പറയും, ഞാൻ കുടിക്കും. അല്ലെങ്കിൽ ആള് ചോദിക്കില്ല, ചോദിക്കാതെ പോവും. എന്നോട് ചോദിച്ചില്ലേ എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ കുടിക്കും, അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. ഈ 3 തരത്തിലുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. നമുക്കിതൊന്ന് ആർസിയുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ആർസിയം ഇങ്ങനെ തന്നെയാ, വലിയ മൂല്യമുള്ള വസ്തുവാണ് നമ്മുടെ കയ്യിൽ ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വൈഡൂര്യം, പവിഴം എന്നൊക്കെ പറയുന്ന മതി, അതിനേക്കാൾ മൂല്യമുള്ള വസ്തു ഈ ലോകത്തുണ്ടെങ്കിൽ അത് ആർസിയമേ ഉണ്ടെന്നുള്ളത് പറയുന്നു. അത് ആർസിയം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും, അതിനേക്കാൾ മൂല്യമുള്ള വസ്തു. ഇത്രയും മൂല്യമുള്ള ഒരു അവസരമുള്ള, ഇത്രയും ഓപ്പർച്യൂണിറ്റി അടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു നന്മ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ചില ആളുകൾ ഇങ്ങനെയാ. ചില ആളുകൾ ഈ ഗ്ലാസ് തുറന്നു വെച്ചാണ് പോലെ ഇതുപോലെ തുറന്നു വെച്ചിട്ട് എത്ര ഫ്രീ ഗിഫ്റ്റ് കിട്ടിയാലും ശരി, എനിക്ക് ഇനിയും ഗിഫ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞ് വീണ്ടും ടാർഗറ്റുകളെടുത്ത് അവരുടെ ടീമുകളെ കൊണ്ട് ടാർഗറ്റുകൾ എടുപ്പിച്ച് വീണ്ടും 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 ടാർഗറ്റുകൾ ചെയ്യിപ്പിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വരുത്തി, അവന്റെ ടീമിന്റെ അക്കൗണ്ടിലേക്ക് കാശ് വരുത്തി, അവന്റെ കൂടെ നിൽക്കുന്ന അംഗങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് അവരുടെ ടീമിലേക്കും അവരുടെ കൂടെ വന്നവരുടെ ടീമിലേക്കും ഒക്കെ ഇതിന്റെ നന്മ പകർത്തിക്കൊണ്ട് ഇങ്ങനെ പരാഗണം ചെയ്ത് കൂടുതൽ 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 നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എത്ര ഗിഫ്റ്റ് കിട്ടിയാലും അത് എനിക്ക് ആർസിഎം പ്രസ്ഥാനം തന്ന കോംപ്ലിമെന്റാ, അത് അവിടെ ഇരുന്നോട്ടെ, എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും വേണം, എനിക്ക് ഇനിയും ചായ വേണം എന്ന് പറഞ്ഞ മാതിരി എനിക്ക് ഇനിയും വേണം, ഞാൻ ഇനിയും ടാർഗറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും 5000 രൂപ ന്യൂട്രൽ ചാർജ് കഴിഞ്ഞ മാസം ചെയ്തിരുന്ന പോലെ തന്നെ വീണ്ടും ടാർഗറ്റ് എടുത്ത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് ഈ ടാർഗറ്റ് ചെയ്ത് 3 മാസം കഴിയുമ്പോൾ ന്യൂട്രിചാർജിന്റെ ക്ലോക്കും വാങ്ങിക്കണം, അതോടൊപ്പം കിട്ടുന്ന 1 ഡേ ഓൺലൈൻ ട്രെയിനിങ്ങും പങ്കെടുക്കണം, അതോടൊപ്പം കിട്ടുന്ന ഫ്രീ ഗിഫ്റ്റുകളും വേണം, ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ ടീമംഗങ്ങൾക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരെ കൊണ്ടും ഞാൻ ടാർഗറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇനിയും ഗിഫ്റ്റുകൾ കിട്ടണം. അവരുടെ വീട്ടിൽ ഗിഫ്റ്റ് വരുമ്പോൾ എനിക്കാണ് സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞ് അവരുടെ വീട്ടിൽ വരുമാനവും അവരുടെ വീട്ടിൽ കാറും സമ്പത്തും ഒക്കെ വരുമ്പോൾ അത് തരുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. സോ അതുകൊണ്ട് ഞാൻ ഇന്നും കപ്പ് തുറന്നു വെച്ചിരിക്കുക. ചില ആളുകളുണ്ട് ഇന്നും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും കപ്പിനെ കമിഴ്ത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് എന്റെ ഒരു ജോലി പോയി, എന്നാ പിന്നെ അടുത്ത ജോലി നോക്കാന്ന് പറഞ്ഞ് വീണ്ടും ജോലി അന്വേഷിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് അറിയോ. ഇപ്പോഴും ആർസിഎമ്മിനെ പാർട്ട് ടൈം ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആർസിഎമ്മിനെ പാർട്ട് ടൈം ആയിട്ട് കാണാതെ ചെയ്യുന്ന ജോലി പോയെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ കപ്പ് കമിഴ്ത്തി വെച്ച് നിവർത്തി വെച്ച് അതിലേക്ക് ചായ വാങ്ങിക്കാൻ റെഡി ആവുക. ആ കപ്പ് കമിഴ്ത്തി വെച്ച് ഇന്നും ഇരിക്കുന്ന ആളുകളുണ്ട്. ഇന്നും ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ പാർട്ട് ടൈം ആയിട്ട് കാണുന്നവരുണ്ട്. ഇന്നും തന്റെ ജോലി പോയപ്പോൾ പെട്രോൾ പമ്പിലെങ്കിലും പണി കിട്ടുമെന്ന് വിചാരിച്ച് പെട്രോൾ പമ്പിൽ വരെ അന്വേഷിക്കുന്ന ആളുകളുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് പുതിയ പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ആളുകൾ ജോലി അന്വേഷിച്ച് വരുന്നുണ്ട്. പലരും ആർസിഎം പ്രസ്ഥാനത്തിൽ ഒരു ID നമ്പർ ഉള്ള ആളുകൾ വരെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇന്നും ചായക്കപ്പ് കമിഴ്ത്തി വെച്ചേക്കാം. ആ ചായക്കപ്പ് ഒന്നും നിവർത്താൻ തയ്യാറാവുന്നില്ല. ഇതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഉള്ളിലും ഇതുപോലെ ഒരാളുണ്ടെങ്കിൽ അവനെ ഇന്ന് ചൂലെടുത്ത് ഇറക്കി വിട്ടേക്കണം. എന്നിട്ട് ആ കപ്പ് നിവർത്തി വെക്കണം. ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളാണോ നമ്മൾ? മൂന്നാമത്തെ കാറ്റഗറി ഇതിനെങ്ങനെ കെടുത്തി വെച്ചിട്ട് കിട്ടണേ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട, 100 ബീവിലെ ബില്ലടിച്ചിട്ട് 1000 രൂപ വരെ കമ്മീഷൻ വാങ്ങിക്കുന്ന ആളുകളെ വരെ അറിയാം. 100 ബീവിലെ ബില്ലടിച്ചിട്ട് 1000 രൂപ കമ്മീഷൻ. എങ്ങനെ? അവന്റെ ടീം പണിയെടുത്തുക, അവന്റെ താഴെ വന്ന ആൾക്കാർ പണിയെടുത്തിട്ട് വാങ്ങിച്ച കാശ. അവനറിയാതെ ഒരു സ്ലാബിൽ വന്ന് വീണു, ഒരു പേഴ്സണൽ സ്ലാബിൽ വന്ന് വീണു, അവൻ കമ്മീഷൻ വാങ്ങിച്ചു. അത് കിട്ടിയപ്പോൾ കൊള്ളാലോ, അടിപൊളിയാണല്ലോ, അപ്പൊ അടുത്ത മാസം ഒരു 500 ബീവി വാങ്ങിച്ചു. 500 ബീവി വാങ്ങിച്ചപ്പോൾ ഒരു 3000 രൂപ കമ്മീഷൻ. 3000 രൂപ കമ്മീഷൻ, സൂപ്പർ ആയിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ 3 കാറ്റഗറിയിൽ ഏതിൽ പെടുമെന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഇത്രത്തോളം വിഷൻ കിട്ടിയ കമ്പനിയെ കണ്ടിട്ട് ഇന്നും നമ്മൾ ഒരു സെക്യൂരിറ്റിയും തരാത്ത ജോലിയുടെ പിന്നിലാണെങ്കിൽ ആ ജോലി നിങ്ങളെ അല്ല, നിങ്ങളുടെ തലമുറയെ പോലും സംരക്ഷിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ ചായക്കപ്പ് നിർത്തി വയ്ക്കുക. ഇപ്പോ ഈ സമയം അതിനു വേണ്ടി ഉപയോഗിക്കണം. ഇത് ഞാൻ നിവർത്തണോ, കമിഴ്ത്തണോ, കെടുത്തി വെക്കണോ, ഇത് നിങ്ങൾ തീരുമാനിക്കണം. ഇന്ന് തീരുമാനിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമാവാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. യുവർ ഡിസിഷൻ ഈസ് യുവർ ഫ്യൂച്ചർ.
രാജൻ സാർ എപ്പോഴും പറയും, തിരക്കുകൾ മാറ്റി വെച്ചിട്ട് RCM ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് RCM ചെയ്യേണ്ട സമയമാണ് ഈ സമയം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെയ്യേണ്ട സമയം. കൺസ്യൂമബിൾ, അഫോർഡബിൾ, റിപ്പീറ്റബിൾ പ്രൊഡക്റ്റുകൾ ഇന്ന് RCM എന്ന പ്രസ്ഥാനം നമ്മുടെ മുമ്പിൽ വെച്ച് തരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു അവസരം ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കപ്പ് നിവർത്തി വെക്കാൻ തയ്യാറാകുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ അതിന് തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയ വലിയ അച്ചീവ്മെന്റുകൾ, വലിയ വലിയ നേട്ടങ്ങൾ ഈ ഒരു കൊറോണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നേടിയെടുക്കാനും ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൂട്ടാനും അതോടൊപ്പം ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിച്ചെടുത്ത് ഒരുപാട് വരുമാനങ്ങൾ വാങ്ങിച്ച് വലിയ വലിയ സക്സസിലേക്ക് പോകുവാനും ഈ സമയം അല്ലെങ്കിൽ ഈ കാലഘട്ടം നിങ്ങളെ സഹായിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ തീരുമാനം നിങ്ങളുടെയാണ്. യുവർ ഡിസിഷൻ ഈസ് യുവർ ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചർ നിങ്ങൾ തീരുമാനിക്കുന്നതാ. നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. മൂർത്തി സാർ തീരുമാനിച്ചുകൊണ്ടോ, ഡോക്ടർ രാജൻ സാർ തീരുമാനിച്ചുകൊണ്ടോ, ഗിരീഷ് സാർ തീരുമാനിച്ചുകൊണ്ടോ നിങ്ങളുടെ ഭാവിയിൽ മാറ്റം ഉണ്ടാവില്ല. അവനവൻ തീരുമാനിക്കണം. സ്വന്തമായൊരു തീരുമാനം ഉണ്ടാവണം. എനിക്കിത് വേണം, എൻ്റെ കുടുംബത്തിന് വേണം, എൻ്റെ നാട്ടുകാർക്ക് വേണം, എൻ്റെ നാടിന് വേണം, എൻ്റെ വരും തലമുറയ്ക്ക് വേണം എന്നുള്ള തീരുമാനം നിങ്ങളുടെയാ. ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ നിങ്ങളെ വെല്ലാൻ ഈ കാലഘട്ടത്തിന് ശേഷം വരുന്ന ഒരാൾക്കും പറ്റില്ല. നിങ്ങളായിരിക്കും RCM പ്രസ്ഥാനത്തെ നയിക്കുന്നവർ. നിങ്ങൾക്കതിന് സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വാരി കോരി തരട്ടെ. കാരണം അനുഗ്രഹം തരാതെ പോവാൻ ദൈവത്തിന് പറ്റില്ല. കാരണം നമ്മൾ RCM എന്ന് പറയുന്ന പ്രസ്ഥാനം നന്മയായിട്ട് ചെയ്യുന്നതാ. ഒരു തവണ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അവന്റെ വീട്ടിൽ അസുഖം മാറട്ടെ, അവൻ അതിലൂടെ അവന്റെ കുടുംബം സുരക്ഷിതമാവട്ടെ എന്ന് മനസ്സാൽ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. അതിനേക്കാൾ വലിയ നന്മ ഈ ലോകത്തിലില്ല. ഇത്രയും വലിയൊരു നന്മ കിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നന്മ ചെയ്യുന്നതുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാതെ പോകില്ല. അപ്പോ ഈ ഒരു അനുഗ്രഹങ്ങൾ വാരിക്കോരി വാങ്ങിക്കാൻ കപ്പ് തുറന്നു വെച്ച് റെഡി ആയിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഈ സമയത്തിന് ഉപയോഗിക്കുക. നിങ്ങളുടെ ഉള്ളിലെ വണ്ടർ വുമനെയും ബാറ്റ്മാനെയും സൂപ്പർമാനെയും കണ്ടെത്തുക. അതിനുശേഷം ആ കഴിവ് തേച്ചു മിനുക്കി പോളിഷ് ചെയ്ത് വേദിയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു ലീഡറായി മാറാൻ നിങ്ങൾക്ക് സർവേശ്വരൻ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഇന്നത്തെ ഒരു അവസരം നൽകിയ എൻ്റെ ഗ്രേറ്റ് ഗുരുക്കളായ ഡോക്ടർ രാജൻ സാർ, ഗിരീഷ് സാർ, മൂർത്തി സാർ, അനിരുദ്ധൻ സാർ, സുരേന്ദ്രൻ സാർ, സുജിത് സാർ, രഞ്ജിത്ത് സാർ, ഹേമന്ത് സാർ, അങ്ങനെ ഒരു പറ്റം ലീഡേഴ്സ് നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ ഒക്കെ ബാക്ക് സപ്പോർട്ട് കൂടി നമുക്ക് വളരാം. ഇതിനേക്കാൾ വലിയൊരു ബാക്ക് സപ്പോർട്ട് ഒരു പ്രസ്ഥാനത്തിനും കിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ പോലും ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ ഒരു കുടുംബമായി നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് ഇന്ത്യയെ വാർത്തെടുക്കാം. എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. GRCM, good RCM and God bless you all of you. Thank you all of you. GRCM.